ഞാൻ ഈ അജ്ഞാതനായിട്ട് തുടരുന്നതിൻ്റെ രഹസ്യം പറയാൻ പോവുകയാണ്. ആരെടുക്കുകയും പറയരുത്, നമ്മൾ മാത്രമേ അറിയാവുള്ളൂ. ഓക്കെ? അതായത് ഞാൻ എൻ്റെ മുഖം കാണിച്ചു കഴിഞ്ഞാൽ, എൻ്റെ രൂപം മുഴുവൻ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണുവിടും. മനസ്സിലായല്ലേ? അതായത് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂക്കയെയും ലാലേട്ടനെയൊക്കെ കാട്ടിലും ഭയങ്കര ഗ്ലാമറാണ്. ഈ ഗ്ലാമറുള്ളവരെ ആൾക്കാർ കണ്ണുവിടുമല്ലോ. അത് മാത്രമല്ല, എൻ്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ മുഖവും എൻ്റെ രൂപവും കണ്ടു കഴിഞ്ഞാൽ സിനിമാക്കാർ വെറുതെ വിടത്തില്ല. സിനിമാക്കാർ പിടിച്ച് എൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കും. പിന്നെ കാശ് വന്നും മറിയും, കോടിക്കണക്കിന് കാശ് വരും. അതെല്ലാം കൂടെ എണ്ണാനൊന്നും എനിക്ക് സമയവുമില്ല. എനിക്ക് കാശെണ്ണനെ കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ. എനിക്ക് ഭയങ്കര മടിയാണ് ഈ പണം എണ്ണുന്നത്. ഓക്കെ? പിന്നെ ഞാൻ സുന്ദരനായിപ്പോയതിൻ്റെ രഹസ്യം ഞാൻ പറയാം. അതായത് എൻ്റെ അച്ഛൻ ഭയങ്കര സൗന്ദര്യമായിരുന്നു, ഭയങ്കര ഗ്ലാമറായിരുന്നു. അങ്ങനെയാണ് ഞാനും ഗ്ലാമറായി പോയത്. അല്ലെങ്കിൽ രക്ഷപിടിച്ചു പോയനെ. നിങ്ങൾ ചിരിക്കുകയൊന്നും വേണ്ട. ഞാൻ ഒരിക്കലും മുഖം കാണിക്കാൻ പോകുന്നില്ല, എൻ്റെ രൂപവും കാണിക്കാൻ പോകുന്നില്ല. കാരണം അതൊരു എൻ്റെ ഒരു സുരക്ഷിതത്വം ഉദ്ദേശിച്ച് മാത്രമാണ്. കാരണം എല്ലാവരും കണ്ടുപിടും. ഈ മലയാളികൾ മുഴുക്കെ ഭയങ്കര കുശുംബന്മാരും അസൂയക്കാരുമൊക്കെയാണ്. അവരുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ കണ്ണുവിടുക എന്നുള്ളതാണ്. കണ്ണുവിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ദോഷം വരും. അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതാണ്. ഈ സൗന്ദര്യമുള്ളവരെയൊക്കെ കാണുമ്പോൾ ആൾക്കാർ അയ്യോ എന്നോ ഗ്ലാമറപ്പാ. സുരേഷ് ഗോപിയെ ചേട്ടനെ കുറിച്ച് നമ്മുടെ ലാൽ പറഞ്ഞ അറിയാവോ? നീ അപാര ഗ്ലാമറാടാ പന്നി. അതുപോലെ പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇടുകയും ചെയ്യും. അത് മാത്രമല്ല, ഈ കണ്ണ് വിടുമ്പോൾ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതാണ്. ആൾക്കാരുടെ കണ്ണിൽ നിന്നൊരു പ്രത്യേക എനർജി, നെഗറ്റീവ് എനർജി പുറത്തോട്ട് പോവും. അത് ഈ സൗന്ദര്യമുള്ള എന്നെപ്പോലുള്ള പാവങ്ങളുടെ ശരീരത്തിൽ പതിയും. അത് ഈ സൗന്ദര്യമുള്ളവർക്ക് ദോഷവുമാണ്. അങ്ങനെ പല ഉദ്ദേശങ്ങളുണ്ട് മോനെ ഞാൻ ഈ മുഖം കാണിക്കാത്തതിന്. ഓക്കെ? മുഖം കാണിക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ആക്കിക്കൊണ്ടുള്ള ഓരോ വീഡിയോകൾ ഇനിയും വരും, സൂക്ഷിച്ചോ. ഓക്കെ? തൽക്കാലം ഞാൻ പിന്മാറുന്നു. ഓക്കെ, ബൈ.